1983 ഇന്ത്യ ആദ്യമായിട്ട് വേൾഡ് കപ്പ് സ്വന്തമാക്കിയത്. അന്ന് കപിൽ ദേവ് ആയിരുന്നു ഇന്ത്യൻ ക്യാപ്റ്റൻ. അന്നത്തെ വേൾഡ് കപ്പിൽ ഒരു മലയാളി ഉണ്ടായിരുന്നു. സുനിൽ വത്സൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. പിന്നീട് ഇന്ത്യ 2007 T20 വേൾഡ് കപ്പിൽ കപ്പ് സ്വന്തമാക്കി. അന്നത്തെ മത്സരത്തിലും ഒരു മലയാളി ഉണ്ടായിരുന്നു. അത് ശ്രീശാന്ത് ആയിരുന്നു. പിന്നീട് ഇന്ത്യക്ക് ഒരു വേൾഡ് കപ്പ് ലഭിച്ചിട്ടില്ല. കാരണം വേൾഡ് കപ്പിൽ മലയാളികളെ എടുക്കുന്നില്ല. ഇപ്പോഴിതാ 2024 വേൾഡ് കപ്പിൽ സഞ്ജു ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ വേൾഡ് കപ്പ് സ്വന്തമാക്കുമെന്ന വിശ്വാസം ആരാധകർക്കുണ്ടായിരുന്നു. പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഇന്ത്യ വേൾഡ് കപ്പ് നേടി. ഇന്ന് ഇന്ത്യ കളി ജയിച്ച ശേഷം കോച്ച് ദ്രാവിഡ് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗത്ത് ആഫ്രിക്കൻ ടീമിനെതിരെ 7 റൺസിനാണ് ഇന്ത്യ കളി ജയിച്ചത്. ജയിച്ച ശേഷം കോച്ച് ദ്രാവിഡ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞങ്ങൾക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കളി തോറ്റെന്ന് ഞങ്ങൾ 100% ഉറപ്പിച്ചതായിരുന്നു. പിന്നീട് ബൗളേഴ്സാണ് കളി തിരിച്ചു പിടിച്ചത്. കോച്ചായിട്ടുള്ള എൻ്റെ അവസാന മത്സരമാണിത്. ഞാൻ പടിയിറങ്ങും മുൻപ് ഒരു വേൾഡ് കപ്പ് എൻ്റെ സ്വപ്നമായിരുന്നു. അതിപ്പോൾ സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു വേൾഡ് കപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. ഇപ്രാവശ്യം വേൾഡ് കപ്പിൽ ഒരു മലയാളി താരമുണ്ട്. അത് സഞ്ജുവാണ്. സഞ്ജുവിനെ ഒരു മാച്ചിൽ പോലും ഞങ്ങൾ കളിപ്പിച്ചിട്ടില്ല. പക്ഷേ സഞ്ജു ഞങ്ങളുടെ ടീമിൻ്റെ ഭാഗ്യമാണ്. ഇന്ത്യ വേൾഡ് കപ്പ് നേടിയെന്ന് ഓർക്കുമ്പോൾ എനിക്കിപ്പോഴും ഇത് ഒരു സ്വപ്നമായിട്ടാണ് തോന്നുന്നത്. ഇനി എനിക്ക് സന്തോഷത്തോടെ കോച്ചിങ് സ്ഥാനം രാജിവെച്ച് പടിയിറങ്ങാം. ഇന്ത്യൻ ടീമിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പറയുന്നുവെന്ന് ദ്രാവിഡ് വ്യക്തമാക്കി. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ മലയാളി ഉണ്ടെങ്കിൽ ഇന്ത്യ വേൾഡ് കപ്പ് നേടും. അതുപോലെ തന്നെ സംഭവിച്ചു. മലയാളി ഇല്ലാതെ ഇന്ത്യ ഇതുവരെ വേൾഡ് കപ്പ് നേടിയിട്ടില്ല. BCCIക്കും ഇക്കാര്യം മനസ്സിലായി. അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ കളിപ്പിച്ചില്ലെങ്കിലും ടീമിലെടുത്തു. അതുകൊണ്ട് ഇപ്പോൾ ഇന്ത്യ വേൾഡ് കപ്പ് നേടിയിരിക്കുകയാണ്. സൗത്ത് ആഫ്രിക്ക ശരിക്കും നാണം കെട്ടു. ജയിച്ച മത്സരം അവസാനം കൊണ്ടുപോയി കളഞ്ഞു. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.